എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ നാളുകളിൽ പ്രത്യേകിച്ച് ഇസ്രയേൽ, ഇറാൻ, അമേരിക്ക വാറ് നടക്കുകയാണ്, യുദ്ധം നടക്കുകയാണ്. അനേക രാജ്യങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വാർത്തയിൽ ഞാൻ വായിച്ചതാണ് 27 രാജ്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. അതുപോലെ ഗൾഫ് ഏരിയയിൽ വളരെ ബുദ്ധിമുട്ടാണ്. മലയാളികളായ നമ്മളും വളരെ ഭാരത്തിലാണ്. കാരണം നമ്മുടെയൊക്കെ ഒത്തിരിയും ആൾക്കാർ ഗൾഫിലുണ്ട്. അത് മാത്രമല്ല, കേരളം ഈ നിലയിൽ ഇന്ന് നിൽക്കുന്നത് ഫോറിൻ മണി കൊണ്ടാണ്, ഗൾഫ് മണി കൊണ്ടാണ്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അത് അറിയാമെങ്കിലും അവരെ ഉറക്കം നടിക്കുക. ആക്ച്വലി പെൻഷൻ കൊടുക്കേണ്ടത് ഈ ഗൾഫുകാർക്കും അമേരിക്കയിൽ നിന്ന് റിട്ടയർഡായിട്ട് വന്നിട്ടുള്ള മലയാളികൾക്കാണ്. കാരണം അവരാണ് കേരളത്തെ ഈ നിലയിൽ എത്തിച്ചത്. പക്ഷേ ഏതാണ്ട് റവന്യൂ വരുമാനത്തിൻ്റെ 77.7% 4 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൊടുത്തിട്ട് ബാക്കി 4 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഇവിടെ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞൊരു സംഘടന വന്നിരുന്നു. പക്ഷേ മോസ്റ്റ്ലി ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. ജനം വിഡ്ഢികളാണല്ലോ, നമ്മുടെ തലയിൽ ഇത് കയറത്തില്ല. ഇവിടെ ഒരു കുടുംബത്തിന് 1.25 ലക്ഷം രൂപ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും, മക്കളൊന്നും വിദേശത്താണ്, ഗവൺമെൻറ് ജോലിക്കാർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതേസമയം സാധാരണക്കാരൻ മനുഷ്യന് ഇവർ സമ്മന്തി അരയ്ക്കണമെങ്കിൽ തെങ്ങ് കയറുന്നവൻ വേണം, ഇവർക്ക് ചെരുപ്പിടണമെങ്കിൽ ചെരുപ്പ് കുത്തി വേണം, ചെരുപ്പ് മേടിക്കാൻ കടകൾ വേണം. അപ്പോൾ എല്ലാവർക്കും ഒരേ പെൻഷൻ കൊടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനം നമ്മുടെ കേരള ഗവൺമെൻറ്റെങ്കിലും, അല്പം നോളജുള്ള കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരെങ്കിലും ഉത്സാഹിച്ചാൽ നല്ലതാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും അവരുടെ പാർശ്വവർത്തികളായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വിവരം ഒന്നുകൂടെ പറയുക അവരോട്. എല്ലാവർക്കും ഒരേ പെൻഷൻ. കാരണം എല്ലാവരും കൂടാണ് നമ്മുടെ കേരളത്തേക്ക്. കൃഷിക്കാരനില്ലെങ്കിൽ ഇവിടെ ആഹാരം കഴിക്കാൻ പറ്റുമോ? കടക്കാരില്ലെങ്കിൽ ഇവിടെ സാധനം കിട്ടുമോ? വണ്ടി ഓടിക്കുന്നവരില്ലെങ്കിൽ ഇവിടെ സാധനം വരുമോ? ഓട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് റൂമിൽ പലർക്കും പോകാൻ പറ്റുമോ? അപ്പോൾ ഇവരെല്ലാവരും ചേർന്നല്ലേ നമ്മുടെ കേരളത്തെ കെട്ടിപ്പടുക്കുന്നത്. അതെൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ വളരെ മാന്ദ്യത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ എല്ലാം കാരണം ഈ അന്ത്യകാലമാണ്, ദൈവവചന നിവൃത്തിയാണ് എന്ന് ഓർപ്പിക്കട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലെ യുദ്ധത്തെ അടിസ്ഥാനമാക്കി ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഇവിടെ ശ്രമിക്കുന്ന ഒരു ജാതീയ കൂട്ടുകെട്ടിനെ കുറിച്ച് സംസാരിക്കുവാനിടയായി. നിങ്ങൾ ഈ കേൾക്കുന്നവർ ശ്രദ്ധിക്കണം. സത്യവേദ പുസ്തകത്തിലെ വചനങ്ങൾ വെച്ചാണ് ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആക്ഷരികമായി നിറവേറി വരികയാണ്. ഒരു 10 രാജ്യത്തിൻ്റെ ഒരു ജാതീയ കൂട്ടുകെട്ട് ഇവിടെ ഉണ്ടാകുമെന്നും അവർ ഇസ്രയേലിനെ മുടിച്ചു കളയാൻ ശ്രമിക്കുമെന്നും നമ്മൾ കണ്ടു. അതിപ്പോൾ ആക്ഷരികമായി 1948 മുതൽ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ അവസാനം 7ാമത്തെ ഭാഗമാണ് ഇപ്പം നടക്കുന്ന ഇറാൻ്റെ നേതൃത്വത്തിലുള്ള പ്രോക്സികൾ. ഇറാൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വേദനയുണ്ടാക്കുന്ന പ്രശ്നം, ഇസ്രയേൽ ലെബനാനിലും സിറിയയിലും ബോംബിങ് ചെയ്യുന്നു, അവിടെ മിലിറ്ററി ആക്ഷൻ നടത്തുന്നു. അവർക്കെന്താ നോക്കാൻ കാരണം അവരുടെ പ്രോക്സികളാണ് അവിടെ എല്ലാം നിൽക്കുന്നത്. ബോംബും മിസൈലും കൊടുത്ത് ഇസ്രയേലിനെ കൊല്ലാൻ വേണ്ടി നിർത്തിയേക്കുക. അവരെ ഇസ്രയേൽ അടിക്കരുത്. ഇതാണ് ഇന്നത്തെ പലരും പറയുന്നത്, എല്ലാവരും ഇറാൻ്റെ സൈഡാണെന്ന് പറയുന്ന കാര്യം അതാണ്. ഇത് കൊടുത്തങ്ങ് വിട്ടേക്കുക, ഇസ്രയേലിനെ കൊന്നു, എന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോകാം. ഓക്കെ, ഞാൻ ആ സബ്ജക്റ്റിൽ നിന്ന് മാറട്ടെ. ഇനിയും നമ്മൾ മുൻപോട്ട് എടുക്കുന്ന സബ്ജക്റ്റുകൾ അന്ത്യകാലത്തിന് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. 83-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, വരുവീൻ നാം ഒരുമിച്ച് കൂടി ഇസ്രയേലിനെ മുടിച്ചു കളയുക, അല്ലെങ്കിൽ അവരൊരു രാജ്യമല്ലാതായിരിക്കുക, അവരുടെ പേര് പോലും ഇവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞൊരു 10 ജാതീയ കൂട്ടുകെട്ടിനെ ഞാൻ കാണിച്ചു. ആ കൂട്ടുകെട്ട് തന്നെയാണ് ഈ ഇറാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും നിൽക്കുന്നത്. ആ കൂട്ടുകെട്ടെല്ലാം ഈ ഏരിയയിലുള്ള, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിലാണ് ഇപ്പോൾ അവരുള്ളത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ലെബനാന്, സിറിയയെ, ഇറാന്, ഇറാഖ്, മിഡിൽ ഈസ്റ്റ് ഏരിയയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. എന്നാൽ അതിൽ കുറച്ച് പേർക്കൊക്കെ അല്പം വെളിച്ചം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കേൾക്കുന്നത് ഭയങ്കരമായി ജനങ്ങൾ യേശുക്രിസ്തുവിലേക്ക് പല രാജ്യങ്ങളിൽ നിന്ന് തിരിയുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്നുള്ളത് ഞാൻ കേൾക്കുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, നമുക്കതിനകത്ത് വിഷയങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം
ആൻറ്റി ക്രൈസ്റ്റ് എപ്പോൾ വരും, ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, അവൻ്റെ വരവ് എന്നത്തേക്കാണ്, ഇവനെ കൊണ്ടുവരുവാൻ ആരൊക്കെയാണ് പിൻപിൽ നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഈ സബ്ജക്റ്റുകൾ ഒരു പരമ്പര പോലെ മുൻപോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൂടി ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം ചോദിക്കുകയാണ്. ഇപ്പോൾ ഞാനിതെൻ്റെ വാട്സപ്പിൽ കൂടി എൻ്റെ ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 500, ചില എപ്പിസോഡ് 1000, 1200, 1300 പേരൊക്കെ കാണുന്നുണ്ട്. സത്യവചനം എങ്ങനെയെങ്കിലും ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം ഇന്ന് സഭകൾ ശിഥിലിച്ച് സഭകളിൽ മോസ്റ്റ്ലി അനുഗ്രഹങ്ങളുടെ മെസ്സേജാണ്, ബ്ലെസ്സിങ് മെസ്സേജുകളാണ് കൂടുതലും കൊടുക്കുന്നത്. യഥാർത്ഥ സത്യവചനം ദാനിയേൽ പ്രവചനമോ, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായമൊന്നും ഒരു സഭകളിലും എടുത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതൊന്നും പഠിപ്പിക്കാൻ ഇവിടെ നേരമില്ല. എല്ലാവർക്കും ബ്ലെസ്സിങ്ങും അനുഗ്രഹവും കൊടുത്ത് പാസ്റ്റർമാരും നന്നാകത്തക്കവണ്ണമുള്ള ബ്ലെസ്സിങ് മേടിക്കാനുള്ള ഒരു വഴിയിൽ കൂടാണ് ഇപ്പോൾ മോസ്റ്റ്ലി, എല്ലാവരെയും അല്ല പറയുന്നത്, ആ ഭാഗത്ത് പോകുന്ന ഒത്തിരിയും പാസ്റ്റർമാരുണ്ട്, ദൈവജനമെന്ന് അഭിമാനിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ അവർ ചെയ്യാത്ത വേലയാണ് സത്യവചനം എങ്ങനെയെങ്കിലും ജനങ്ങളിലെത്തിക്കുക. അപ്പോൾ എൻ്റെ ഈ മെസ്സേജുകൾ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാനിപ്പോൾ എന്നും ഇത് വാട്സപ്പിൽ കൂടി ഇട്ടു തരിക എന്ന് പറയുന്ന ഒരു പ്രായോഗികമല്ല. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. എന്നിട്ടിത് കണ്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളിലിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഈ സത്യവചനം ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ സഹകരണം ഞാൻ ചോദിക്കുന്നു. അതുകൊണ്ട് ഞാനിനിയും വാട്സപ്പിൽ ഇട്ട് തരുന്ന ആ പ്രോഗ്രാം അങ്ങ് നിർത്തുകയാണ്. ഇത് യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് ഉത്സാഹിക്കണം. വചനം പ്രചരിക്കണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ കൂടി ഇങ്ങനൊരു ചാനലുണ്ടെന്നും അത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങൾ അറിയിക്കുക. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. ആദ്യം ഈ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ വരവ് പറയണമെങ്കിൽ അതിനുള്ള ആ ചരിത്രം, ഒരല്പം ചരിത്രം പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആ തുടക്കത്തിലേക്ക് പോവുകയാണ്. ആരൊക്കെയാണ് ഇതിൻ്റെ പിൻപിലുള്ളതെന്നുള്ളത് ആദ്യത്തെ ദിവസം ഒരു വാക്യം പറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 26:35 34-ാം വാക്യത്തിൽ, ഏശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദത്തിനെയും ഹിത്യനായ ഏലോൻ്റെ മകൾ ബസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു. ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസനകാരണമായി തീർന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. എന്താണ് ഇങ്ങനെ ഒരു സിംഗിൾ പദം അതിൻ്റെ 35-ാം വാക്യത്തിൽ വന്നത്? ഇവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും മനോവ്യസന കാരണമായി തീർന്നു. ഇതിനകത്തൊരു മർമ്മം ഒളിച്ചു കിടപ്പുണ്ട്. ആ മർമ്മമാണ് ആക്ച്വലി ആൻറ്റി ക്രൈസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ. ആദ്യത്തെ ദിവസം നമ്മൾ 83-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ആ 10 ജാതീയ കൂട്ടുകെട്ടിൽ, ആ ജാതീയ കൂട്ടുകെട്ട് മുഴുവനാണ് ഇന്ന് മിഡിൽ ഈസ്റ്റിലുള്ളത്. അല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ ലെബനോന്, സിറിയ, ജോർദാൻ, കുവൈറ്റ്, ഇറാന്, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, അവിടെയൊക്കെ ഉണ്ടത്. കുറേ ഇന്ത്യയിലും വന്നിട്ടുണ്ട്. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഏരിയയിലുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ്, ഇവിടെയെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെയാണ് ഗ്രൂപ്പുകൾ ചിന്നിച്ചിതറിപ്പോയി പാർക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തുമുണ്ട്, അമേരിക്കയിലും ഉണ്ട്. അവരൊക്കെ പാർക്കുന്നുണ്ട് അവിടെ. ഇംഗ്ലണ്ടൊക്കെ ഇപ്പോൾ അവർ കൈയടക്കി വരികയാണ്. അവരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇസ്രയേൽ ഭൂമിയിൽ ഇല്ലാതാകണം. ഈ ഒരു ഗ്രൂപ്പുകളിൽ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന, എതിർ ക്രിസ്തു എന്ന് പറയുന്ന അവസാന നാളത്തെ, അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിൽ പറയുന്ന എതിർ ക്രിസ്തു വരുന്നത്. ഇവർ പല പ്രാവശ്യം ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ കാര്യവും ഇസ്രയേലിനെ ചിതറിക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിന് മുൻപ് കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞ് യേശുക്രിസ്തു, അത് ഖുർആനിലും പറയുന്നുണ്ട്, ബൈബിളിലും പറയുന്നുണ്ട്. അത് നിറവേറി യേശുക്രിസ്തു ഇവിടെ വന്നു. മുസ്ലിംസ് ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പ്രവാചകനെന്ന് നബിയെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ആ യേശുക്രിസ്തു വീണ്ടും ലാസ്റ്റിൽ വരുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഇസ്രയേലിനെ ചിതറിക്കുമെന്ന് പറഞ്ഞു. അവരെ ചിതറിച്ചു AD 70.
ഞങ്ങളെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞു. ഞാനതൊക്കെ നിങ്ങളോട് ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇസ്രായേൽ പർവ്വതങ്ങളെ, നിങ്ങൾ കൊമ്പുകളെ നീട്ടുവേൻ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ പോകുന്നു. അവരെ അസ്ഥികഷ്ണങ്ങളാണ്, ആട്ടിൻകൂട്ടങ്ങളാണ്. അത് എൻ്റെ ഇസ്രായേൽ ജനമാണ്. അവർക്ക് ഇനിയും ഒരു ഭാരം യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ ഉണ്ടാകത്തില്ലെന്നുള്ള വാക്യങ്ങളും ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. അത് കഴിഞ്ഞ് 10 രാജ്യ ഫെഡറേഷൻ ഇസ്രയേലിനെ മുടിക്കാൻ പല പ്രാവശ്യം അവർ പ്ലാൻ ചെയ്യുന്നു. കാര്യങ്ങൾ അന്ത്യത്തിലേക്ക് വരുന്നു. ലോകം ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് മാറുന്നു. ഇതൊന്നുമല്ല, കുറച്ചുകൂടെ അല്പം മുന്നോട്ട് പോകുമ്പം ക്ഷാമത്തിലേക്കും പ്രയാസങ്ങളിലേക്കും ലോകം പോകും. അങ്ങനെ രാജ്യങ്ങൾക്കിവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. അതിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. ഇസ്രയേൽ രാജ്യം ആദ്യം ശൗൽ രാജാവ്, രണ്ടാമത് ദാവീദ് രാജാവ്, മൂന്നാമത് ശലോമോൻ്റെ ഭരണം. ശലോമോൻ്റെ ഭരണത്തിന് ശേഷം രാജ്യം രണ്ടായി പിരിയുന്നു. അങ്ങനെ ഇസ്രയേലിൽ ഏതാണ്ട് 19 രാജാക്കന്മാരും യഹൂദയിൽ ഏകദേശം 20 രാജാക്കന്മാരും അവർ വാണു. അവർ വാണ കാലഘട്ടമൊക്കെ നമുക്കറിയാം. യഹൂദയിലെ രാജാക്കന്മാർ 20 രാജാക്കന്മാർ 391 വർഷമാണ് അവർ യഥാർത്ഥമായിട്ടും ഭരിച്ച്. ആക്ച്വലി 394 വർഷം അവർ ഭരിച്ചു. എന്നാൽ ബാബേൽ രാജാവ് വന്ന് അവരെ അടിമകളാക്കി വെച്ചൊരു ഭരണം നടത്തി ഒരു 2-3-4 വർഷം. അപ്പോൾ ആ വർഷം കുഴയ്ക്കുമ്പോൾ യഹൂദയുടെ യഥാർത്ഥ ഭരണകാലം 391. വേണമെങ്കിൽ അതിന് മർമ്മങ്ങളുണ്ട്. അതിനകത്ത് ഈ 2 കണക്കിന് മർമ്മമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല. ഇസ്രയേൽ 19 രാജാക്കന്മാർ അവരെ 236 വർഷമേ ഭരിച്ചുള്ളൂ. 2 ദിനവൃത്താന്തം 36:11 വരുമ്പോൾ സിദോക്കിയ രാജാവിന് 21 വയസ്സുള്ളപ്പോൾ അദ്ദേഹം രാജാവായി. അദ്ദേഹം അനിഷ്ടമുള്ളത്, യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു. ആലയത്തെ അശുദ്ധമാക്കി. കൽദയ രാജാവ് വരികയാണ്, ബാബിലോണിയ രാജാവ് വരികയാണ്. നെബൂഖദ്നേസറിനോട് മത്സരിച്ച് ഇദ്ദേഹം വന്നപ്പം, അത് കുറ്റമല്ല, ഒരു രാജ്യത്തിന് നേരെ മറ്റൊരു രാജ്യം വരുമ്പോൾ മത്സരിക്കും. 13:20 നമ്മൾ വായിക്കുമ്പോൾ, അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെങ്കിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. ഈ സിദോക്കിയ രാജാവ് പുരോഹിതന്മാരുടെ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. പുരോഹിതന്മാരുൾപ്പെടെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച് അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. ഇതാണ് ദൈവം കോപിക്കാൻ കാര്യം. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് യഹോവ ജാഗ്രതയോടെ തൻ്റെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ യിരെമ്യാവിനെയും മറ്റും പരിഹസിച്ചു വിട്ടു. അവൻ്റെ വാക്കുകളെ നിരസിച്ചു. ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കുവോളം അവൻ്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. കാരണം ഇത്രയും ദൈവത്തിന് കോപം വരത്തക്ക വണ്ണം ദൈവം അവരെ നിന്ദിച്ചു കളഞ്ഞു. നമ്മളും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 17-ാം വാക്യം. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരുടെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. യെരൂശലേം ദേവാലയത്തിൻ്റെ അകത്ത് കൊല നടന്നു. അവൻ യൗവനക്കാരെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെ ഒക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആര്? ദൈവം. 18. ദൈവാലയത്തിലെ ചെറിയതും വലുതുമായ ഉപകരണങ്ങളൊക്കെ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും ഭണ്ഡാരവും എല്ലാം അവൻ ബാബിലേക്ക് കൊണ്ടുപോയി. 19. അവൻ ദേവാലയം ചുട്ടു, യെരൂശലേമിൻ്റെ മതിലിടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബയിലേക്ക് കൊണ്ടുപോയി. ഈ കൂട്ടത്തിലാണ് ദാനിയേലും മറ്റു കൂട്ടുകാരും യഹൂദന്മാരും ബാബയിലേക്ക് പോകുന്നത്. പാർശ്യ രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. 68 വർഷമാണ് ബാബിലോണിയ സാമ്രാജ്യം നിലനിന്നത്. 68-69 വർഷം വരും. എന്നുവെച്ചാൽ 70 വർഷമായിരുന്നു ഇവരെ അവിടേക്ക് വിട്ടത്. ദൈവം പറഞ്ഞാൽ ആ കറക്റ്റ് കണക്കുകളിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. യിരെമ്യാ മുഖാന്തം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകണ് ദേശം അതിൻ്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുമ്പോഴും തന്നെ. കാരണം ഇവരോട് പറഞ്ഞിരുന്ന 6 വർഷം നിങ്ങൾ വേല ചെയ്യണം, 7-ാം വർഷം ഭൂമിക്ക് നിങ്ങൾ റെസ്റ്റ് കൊടുക്കണം, ശബത്ത് കൊടുക്കണം. പക്ഷേ ഇവരതിനൊന്നും തുനിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ദൈവമാണ് ഒരു 70 വർഷം 420
വർഷത്തെ കണക്ക് അവിടെ അങ്ങ് തീർത്ത് ദൈവം. 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെ ഈ ശബത്ത് അനുഭവിച്ചു. ആര്? യെരുശലേം ദേശം. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതാ. അതിമോഹം കൊണ്ട് യഹോവയ്ക്ക് ദൈവത്തെ ആരാധിക്കേണ്ട സമയം മറ്റു ജോലികൾക്കൊക്കെ പോകുന്നവരോടൊന്ന് ശ്രദ്ധിച്ചോണം. അങ്ങേ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കേണ്ട ചില മണിക്കൂറെങ്കിലും ഈ ജോലിയൊക്കെ ഒന്ന് കളഞ്ഞ് ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രാജ്യങ്ങൾക്ക് വടക്കേ രാജ്യമെന്നും തെക്കേ രാജ്യമെന്നും 2 പേരിലാണ് പിന്നെ ബൈബിളിൽ അറിയപ്പെടുന്നത്. അതുകൂടാതെ പിന്നെ ദാനിയേൽ പർവ്വതത്തിൽ വരുമ്പോൾ വടക്കേ രാജ്യം സിറിയയാണ്, തെക്കേ രാജ്യം ഈജിപ്റ്റാണ്. അപ്പോൾ ഇവിടെ വടക്കേ രാജ്യമായ ഇസ്രായേലിനെ 3 പ്രാവശ്യമായിട്ടാണ് അശൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അത് അശൂർ രാജാവ് പൂൽ വന്ന് 2.5 ഗോത്രങ്ങളെ ആദ്യം കൊണ്ടുപോകും. 1 ദിനവൃത്താന്തം 5:26. രണ്ടാമത് അശൂർ രാജാവായ തിഗ്ലത്ത് പലേസർ വന്ന് ഗലീലയിലെയും വടക്കുള്ളവരെയും പിടിച്ചുകൊണ്ട് പോയി. 2 രാജാക്കന്മാർ 15:29. ഇനി അശൂർ രാജാവായ സർഗോൻ ശമര്യ പിടിച്ച് അടക്കി ജനത്തെ അശൂരിലേക്ക് കൊണ്ടുപോയി. ഇതാണ് 3ാമത്തെ പോക്ക്. 2 രാജാക്കന്മാർ 17:6. ഇനി തെക്കേ രാജ്യമായ യഹൂദയുടെ പതനവും 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അത് BC 606 എന്ന് നമുക്ക് പറയാം. നെബൂഖദ്നേസർ വന്നു യഹോയാക്കീമിനെ തടവുകാരനാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇരമ്യ 24:1-6 വായിച്ചാൽ അറിയാം. ഈ സമയത്താണ് ദാനിയേലും മറ്റും പോകുമ്പോൾ, ദാനിയേൽ നന്നാണ്ട് 16 വയസ്സായിരുന്നു നമ്മൾ കണക്ക് അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദാനിയേലാണ്ട് 76 വർഷം ബാബേലിൽ ജീവിച്ചു. BC 530 കൂടിയാണ് ആ കാലഘട്ടം അവസാനിക്കുന്നത്. 2 രാജ്യങ്ങളും 3 പ്രാവശ്യമായിട്ടാണ് പ്രവാസത്തിലേക്ക് പോകുന്നത്. രണ്ടാമത്തേത് BC 597 ബാബേൽ രാജാവ് വന്നു യഹോയാക്കീമിനെയും പ്രഭുക്കന്മാരെയും ദേവാലയം കൊള്ളയടിച്ചു. 2 രാജാക്കന്മാർ 24:8. ഇനി 3ാമത്തേത് BC 587 ബാബേൽ രാജാവ് വന്ന് എല്ലാവരെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. 2 രാജാക്കന്മാർ 25:1-21 വരെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. എന്താണ് ഇതിൻ്റെ കാരണം? ഇവരെ കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് ഇരമ്യ 25:8 നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് സൈന്യങ്ങളുടെ ഇപ്രകാരം അല്ലിച്ച് നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായിക കൊണ്ട്. ഇന്നും അതാ നടക്കുന്നത്. ഇന്നും ബ്ലെസ്സിങ് മതി, അനുഗ്രഹങ്ങൾ മതി. വചനം കേൾക്കാൻ ആർക്കും വലിയ സമയമില്ല, താല്പര്യമില്ല. അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇരമ്യ പറയുന്നു, അതുകൊണ്ട് സൈന്യങ്ങളുടെ ഇപ്രകാരം അല്ലിച്ചു നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ കൊണ്ട് ഞാൻ ആളയച്ചു വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും. കാരണം ഈ ജാതീയ രാജാക്കന്മാർ പോലും ദൈവം ആലോചന കൊടുത്താണ് കൊണ്ടിരുന്നത്. അവരത് അനുസരിക്കുകയും ചെയ്യും. അതിലെ നിവാസികളെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെയും നേരെ വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സമ്പന്നഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. അങ്ങനെ 70 വർഷം ഇവര് ബാബിലോണിൽ പോയി കിടക്കുന്നത്. 11ാം വാക്യം, ഞാൻ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാക്കും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ കൃത്യമായ കണക്ക്. 70 വർഷം. ഇതൊക്കെ കറക്റ്റാണ് നടന്നിരിക്കുന്നത്. 70 വർഷം തികയണം. ആ ഡേറ്റ് വളരെ തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് പിന്നെ അവരെ സന്ദർശിക്കും. അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും. ആരെ? ബാബിലോണിയ സാമ്രാജ്യത്തെ. അങ്ങനെയാണ് മേദ്യപർശ സാമ്രാജ്യം പിന്നെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് പ്രവചനമാണ് ഇരമ്യാവിൻ്റെ. ദൈവത്തിൽ വിശ്വസിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്ക്, ബൈബിൾ പരിശോധിച്ച് നോക്ക്. അത്ഭുതമെന്ന് പറയട്ടെ, 2 പ്രാവശ്യമായിട്ട് ഇവർ മടങ്ങി വരുന്നത്. 1ാം പ്രവാസം 606 BC നടന്നെങ്കിൽ 1ാം മടങ്ങി വരുമ്പോൾ കൃത്യം 70 വർഷം കഴിഞ്ഞ് BC 536 ഇവർ മടങ്ങി വരുന്നത്. ലാസ്റ്റ് പ്രവാസം BC 586 2ാം മടങ്ങി വരവും 70 വർഷം പൂർത്തിയായി BC 516. 20 വർഷത്തെ വ്യത്യാസമുണ്ടായിരുന്നവർ അങ്ങോട്ട് പോകാൻ. അതുപോലെ തിരിച്ച് 2ാം പ്രവാസത്തിൽ വരുമ്പോഴും 20 വർഷത്തെ ഏകദേശം വ്യത്യാസമുണ്ട്. കൃത്യം കംപ്ലീറ്റ് 70 വർഷം തികച്ചിട്ടാണ് ദൈവം അവരെ മടക്കി വിടുന്നത്. അങ്ങനെയാണ് ഈ ദാനിയേലും മറ്റും ബാബിലോണിൽ ചെല്ലുന്നത്.
ബാബിലോണിയ സാമ്രാജ്യത്തിൽ ഇവർ ചെല്ലുന്നു. അങ്ങനെ ദാനിയേലും മറ്റും അവിടെ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുമ്പോഴാണ് നെബൂഖദ്നേസർ രാജാവ് ഒരു ദർശനം കാണുന്നത്. ദാനിയേൽ 12-ാം അധ്യായം 31-ാം വാക്യത്തിൽ 4 ഭാഗങ്ങളതിനുള്ളത്. തല തങ്കം കൊണ്ട് അത് ഭൂമിയിൽ വരുവാൻ പോകുന്ന 4 രാജത്വങ്ങളാണെന്നും ദാനിയേൽ 12-ാം അധ്യായത്തിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ 2-ാം അധ്യായം 38-ന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദാനിയേൽ അതിന് മറുപടി പറയുകയാണ്, പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും. അപ്പോൾ ആദ്യത്തെ രാജ്യത്വം തിരുമേനിയുടേത് എന്ന് വെച്ചാൽ നെബൂഖദ്നേസറിൻ്റെ, അത് ബാബേൽ സാമ്രാജ്യം. അത് കഴിയുമ്പോൾ ഒരു കാലമുണ്ട്, അത് മാറും. ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വം, അതായിരുന്നു മേദ്യ പെർഷ്യ സാമ്രാജ്യം. അതിന് ഈ തിരുമേനി അല്ലെ ഈ ബാബിലോണിൻ്റെ അത്രയും പവറിലല്ല വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമരം കൊണ്ട് 3ാമതൊരു സാമ്രാജ്യവും. BC 330 to 323 വരെ ലോകത്തിൽ വന്ന് ഇന്ത്യ വരെ വന്നിട്ട് മടങ്ങിപ്പോയ മഹാനായ അലക്സാണ്ടർ 3ാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. അപ്പം 4ാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. അപ്പം ഇവിടെ പറയുന്ന ഈ ദർശനത്തിലുണ്ട് 4 രാജ്യത്വങ്ങൾ ഭൂമിയിൽ വരുന്നെന്ന്. ആ 4 രാജ്യത്വങ്ങളായിരുന്നു BC 606 to 538 വരെ ഭൂമിയിൽ ഭരിച്ച ബാബിലോണിയ സാമ്രാജ്യം, 538 to 330 വരെ ഭരിച്ച മേദ്യ പാർസ്യ സാമ്രാജ്യം, അതിനുശേഷം 330 to 323 വരെ ഭരിച്ച അലക്സാണ്ടറുടെ സാമ്രാജ്യം. ആ സാമ്രാജ്യം പിന്നെ 4ആയി പിരിയുന്നു. അതെന്തിനെന്നുള്ളതാണ് നമ്മുടെ ഈ എപ്പിസോഡുകൾ നമ്മൾ പറയും. ആ സാമ്രാജ്യത്തെ എന്തിനാ ദൈവം പിരിച്ചതും എന്തിനാണത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതും ഇതാർക്ക് പഠിക്കാൻ വേണ്ടിയാണ്, ഇതാർക്ക് വേണ്ടിയാണ് ദൈവം ഇതെല്ലാം എഴുതി വച്ചേക്കുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിലെ നെബൂഖദ്നേസർ കണ്ട ബിംബത്തിന് 4 ഭാഗങ്ങളുണ്ട്, 4-ലധികം ഭാഗങ്ങളുണ്ട്. 5ാമതൊരു ഭാഗമുണ്ടെന്ന് വെച്ചാൽ അത് അവസാന കാലത്ത് വരുന്ന 10 രാജ്യ ഫെഡറേഷനാണ്. റോമൻ സാമ്രാജ്യ അധീനതയിൽ നിന്ന് വരുന്നതും എന്നാൽ കളിമണ്ണ് പോലെ ഇരുമ്പും കളിമണ്ണും യോജിക്കാത്ത വിധത്തിലുള്ള ഒരു മിക്സ് ഭരണം വരും. അവിടെ നിന്നാണ് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്. ആ ബിംബത്തെക്കുറിച്ചുള്ള വിശദീകരണം കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ തന്നതാണ്. ആ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു മഹാപർവ്വതമായ ഇവിടെ ദൈവത്തിൻ്റെ രാജ്യത്വം സ്ഥാപിക്കുമെന്നും അതാണ് ദൈവസഭ, പെന്തക്കോസ്ത് നാളിൽ ഇവിടെ സ്ഥാപിച്ച ദൈവസഭയെന്നും അതാണ് സ്വർഗരാജ്യമെന്നും ദൈവരാജ്യമെന്നും ബൈബിളിൽ പറയുന്ന കാര്യമെന്നും കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കൂടി ദൈവരാജ്യം സ്വർഗരാജ്യം എന്തെന്നുള്ള ഒരു സബ്ജക്റ്റും ഞാൻ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ അത് കിടപ്പുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു എന്നുള്ള ഒരു സബ്ജക്റ്റിൽ കൂടാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് ആ ഭാഗം കിട്ടുന്നതാണ്. ഇനി ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് ആൻറ്റി ക്രൈസ്റ്റ് എവിടുന്ന് വരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആരൊക്കെയാണ് ഈ ആൻറ്റി ക്രൈസ്റ്റിനെ കൊണ്ടുവരാൻ ഉത്സാഹിക്കുന്നത്, മുൻപിൽ നിൽക്കുന്നത്? എവിടുന്നാണ്, ഏത് രാജ്യത്തിൽ നിന്നായിരിക്കും ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്? അതിൻ്റെ നിഴലും പൊരുളും എന്താണ്? ഇതെല്ലാം ബൈബിൾ വെളിച്ചത്തിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാം വാക്യം. എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, അതിക്രമക്കാരുടെ അതിക്രമം തികയും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് നേരെയുള്ള അതിക്രമം. അത് തികയാറാകുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവരുടെ അവസാനം അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഈ 10 രാജ്യ ഫെഡറേഷനിലെ 10 ജാതീയ രാജ്യങ്ങളിൽ നിന്നാണ്, അതിലൊന്നിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കുന്നത്. പക്ഷേ ഇവരുടെ എല്ലാം സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടായിരിക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും. ആര് എഴുന്നേൽക്കുന്ന അധികാരി ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ്, ഒരു പ്രസിഡന്റ്. ഇതാ ഞാൻ പറഞ്ഞത്, പിശാചിനെ പോലല്ല ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്. ഒരു സാധാരണ പ്രസിഡന്റ് ആയിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ല താനും, കാരണം അദ്ദേഹത്തിന് വലിയ പവറൊന്നുമില്ല. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ചില സംഘടനകളും പ്രധാനമായ ചില രാജ്യങ്ങളും അദ്ദേഹം സപ്പോർട്ട് ചെയ്യും. അതിനോടുകൂടി ഇസ്രയേലും ആദ്യം യോജിക്കും.
കാരണം ഒരു മീഡിയേറ്റർ അദ്ദേഹം വരുന്നത്. അവൻ അതിശയാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും ഈ പലരെയും വിശുദ്ധ ജനമെന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ വിശുദ്ധ ജനമാണ്. കാരണം സഭ അതിനു മുമ്പ് ഇവിടുന്ന് എടുക്കപ്പെടും. വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വന്തം ഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ അവൻ തകർന്നു പോവുകയും ചെയ്യും. അതാണ് തേർഡ് വേൾഡ് വാറിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പറയുന്ന ആൻറ്റി ക്രൈസ്റ്റിന് സംഭവിക്കാൻ പോകുന്നത് തേർഡ് വേൾഡ് വാറോടുകൂടി, അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ഹർമഗദൻ യുദ്ധത്തോടുകൂടി അതോടുകൂടി ഇവൻ്റെ അന്ത്യം കഴിയും. പിന്നെ ഇവനെ അഗ്നികുണ്ഡത്തിലേക്ക് വിടുകയാണ്. ഇവനെ സഹായിച്ച മത നേതാവിനെ, രാജ്യക്കാരെ ഒക്കെ ആ കൂട്ടത്തിൽ അങ്ങ് വിടുകയാണ്. 25-ാം വാക്യം ശ്രദ്ധിച്ചോണം. ഇവൻ നയബുദ്ധിയാലാണ്, ഭയങ്കര നയമായിരിക്കും. അങ്ങനെ ഇസ്രയേൽ പോലെ ഇവൻ്റെ വലയെ വീണുപോകും. അവർ ചിന്തിക്കുന്നത് ഒരു മീഡിയേറ്ററായിട്ട് ഞങ്ങൾക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുന്ന, ഇപ്പം ട്രംപൊക്കെ ചെയ്യുന്ന പോലെ, ട്രംപാണെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ മീഡിയേറ്ററായിട്ടാണ് വരുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ മീഡിയേറ്റർ ഭാവം കളിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു പ്രസിഡന്റ് പോലെ ഒരാൾ എഴുന്നേറ്റ് വരുന്നു. അദ്ദേഹം ഇസ്രയേലിനെ സഹായിക്കുമ്പോൾ ഇസ്രയേൽ കുറേ കഴിയുമ്പം ആദ്യം അവർ പതുക്കെ സംശയത്തോടെ കാണും. ഇദ്ദേഹത്തിൻ്റെ ആ നല്ല നയബുദ്ധിയും ഷോപ്പിങ്ങും കാണുമ്പോൾ അവർ ചിന്തിക്കും, ഇതാണ് ഞങ്ങൾക്ക് വരുവാനുള്ള മശിഹ, ഞങ്ങൾക്ക് രാജ്യം തരാം. അദ്ദേഹം അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊടുക്കും, വാഗ്ദത്തങ്ങൾ കൊടുക്കും. അപ്പോൾ ഇസ്രയേൽ ചിന്തിക്കും, ഇതാണ് ഞങ്ങൾക്ക് വരുവാനുള്ള മശിഹ, ഇദ്ദേഹത്തിൽ വിശ്വസിക്കണം. ഈ ഭാഗം നിങ്ങൾ മറന്നു പോകല്ലേ, ഇത് നമ്മൾ വീണ്ടും ചിന്തിക്കുന്ന ഭാഗമാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു ഭാഗം തന്നെ, ഒരു വാക്യം തന്നെ 2, 3, 4 പ്രാവശ്യം വിവരിക്കേണ്ടി വരും. കാരണം അത് വീണ്ടും വീണ്ടും ആ ഭാഗത്തിൽ എങ്കിലേ നമുക്ക് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയാണ് നയബുദ്ധിയോടുകൂടി ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. 7:2 ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത്, ദാനിയേൽ ഒരു ദർശനം ദൈവം കൊടുക്കുകയാണ്. ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെയാണ് 93-ാം സങ്കീർത്തനത്തിലെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, പ്രവാഹങ്ങൾ തിരമാലകൾ ഉയർത്തുന്നു. സുനാമി തിരമാലകൾ അടിച്ചപ്പോൾ കൊടുങ്കാറ്റുണ്ടായി. കടലിൽ തിരമാല അടിക്കുമ്പോൾ കാറ്റുണ്ടാകും. അതെവിടെയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു. ആകാശത്തിന് കീഴിലുള്ള 4 കാറ്റും സമുദ്രത്തിൻ്റെ നേരെ, സമുദ്രം എന്താ, അക്ഷരിക സമുദ്രമല്ല, അത് 2-ാം എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ജാതീയ കൂട്ടുകെട്ട 1ഉം 2ഉം എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടുകെട്ടുകളെല്ലാം കൂടെ ഒരു സമുദ്രം പോലെ ചേറും ചെളിയും അവർ തിരമാല പോലെ വലിച്ചെറിയും. അതാണ് ഭീകരപ്രവർത്തനങ്ങൾ, അതാണ് ഇസ്രയേലിന് നേരെ ആഞ്ഞടിക്കുന്നത്. അങ്ങനെ അവരെ വളർത്തിയെടുത്തു. അവരുടെ ഹൃദയത്തിലും അവരുടെ ബ്രെയിനിലും അത് അരച്ചു ചേർത്തു. യഹൂദനെ കൊന്നാൽ അവർക്ക് സ്വർഗം കിട്ടും. അങ്ങനെ അവരതിനകത്ത് അഡിക്റ്റായിപ്പോയി. പക്ഷെ ഇത് മുഴുവൻ ബൈബിൾ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നു. 4 മൃഗങ്ങൾ കയറി വരികയാണ്. ഈ ദാനിയേൽ പ്രവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബൈബിൾ മുഴുവൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോഴേ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ചിന്ത വരും, അയ്യോ ഇതെനിക്ക് തലയിൽ കയറത്തില്ല. എന്നോട് ഈ ക്ലാസ്സിനിടയിൽ തന്നെ, ഞങ്ങളുടെ ക്ലാസ്സിനിടയിൽ ചില സഹോദരിമാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? കാരണം പച്ചയ്ക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഉറക്കം വരും. കാരണം പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, അവൻ്റെ അന്ത്യമാണ് ഈ ദാനിയേൽ പ്രവചനം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പഠിക്കാനോ പഠിപ്പിക്കാനോ ഗ്രഹിക്കാനോ വിശ്വാസികളെ പിശാച് കഴിയുന്നതും സമ്മതിക്കത്തില്ല, ഉറക്കം കൊടുക്കും. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറയാം, ബൈബിളിലെ ഏറ്റവും ഈസിയായ 2 പുസ്തകങ്ങളാണ് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. കാരണം ഈ ദാനിയേൽ പ്രവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒന്ന് ഗ്രഹിച്ചാൽ പിന്നെ അതിനകത്തൊന്നും വേറൊരർത്ഥമില്ല. ഇപ്പം ഇവിടെ ഈ പറയുന്ന 4 മൃഗങ്ങൾ വരുന്നു, അതൊന്ന് ഏതാണെന്ന് ഗ്രഹിച്ചാൽ പിന്നെ അതിന് പിന്നെ വേറൊരു അർത്ഥം അതിനില്ല. അതേസമയം കൊരിന്ത്യ ലേഖനമോ കൊലോസ്യ ലേഖനമോ ഒക്കെ അല്ലെങ്കിൽ എബ്രായ ലേഖനമോ ഒക്കെ നമുക്ക് ഒത്തിരി ഒരു വാക്കിനിടയെന്ന് തന്നെ ആത്മീക മെസ്സേജുകൾ പറയാം. ഇവിടെ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കിട്ടണ്ട, ചരിത്രം അതിനകത്ത് ഈ പറയുന്നത് മോസ്റ്റ്ലി ഇതാണ്. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു.
ഈ കാറ്റ് സമുദ്രത്തിന്മേൽ അടിച്ചപ്പോൾ തിരമാല പോലെ സമുദ്രം അടിക്കുകയാണ്. സമുദ്രം മീൻ സമുദ്രമല്ല, ജാതികൾ. ഇവിടെ ഒരു വലിയ ക്ഷോഭം ഉണ്ടാവുകയാണ്. എങ്ങനെ ഇപ്പോൾ ജൻസിയുടെയൊക്കെ പ്രക്ഷോഭം ശ്രീലങ്കയിൽ നടന്നു, ബംഗ്ലാദേശിൽ നടന്നു, നമ്മുടെ അടുത്തുള്ള നേപ്പാളിൽ നടന്നു. കാരണം ഈ അടിച്ചമർത്തി വെച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യുന്ന ഈ വയസ്സന്മാരായ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരുടെ ഈ പറച്ചിലൊന്നും ജൻസികൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. യുവജനങ്ങൾ ഒരിക്കലും വിലപ്പോകത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അതിപ്പോൾ ഇനിയും പറ്റില്ല. പല രാജ്യങ്ങൾ ഇതാണ് സമുദ്രം തിരമാലകൾ പോലെ ഈ ജാതീയ കൂട്ടുകെട്ട് പൊങ്ങി വരുമെന്ന് പറയുന്നത്. 1948 ഇസ്രയേലിനെതിരായിട്ട് 14 രാജ്യങ്ങൾ കൂടി വന്നു. 1967 31 രാജ്യങ്ങൾ കൂടി അന്ന് വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇത് ഫ്രോക്സികളെ വളർത്തിയിട്ട് ഇതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? അനേക രാജ്യങ്ങൾ. ആദ്യം ഇറാൻ ഉണ്ടായിരുന്നു, ഖത്തർ അവരുടെ സപ്പോർട്ടായിരുന്നു, ലെബനാൻ ഉണ്ടായിരുന്നു, സിറിയ ഉണ്ടായിരുന്നു, ജോർദാൻ ഉണ്ടായിരുന്നു, തുർക്കി ഉണ്ടായിരുന്നു, ഈജിപ്റ്റ് ഉണ്ടായിരുന്നു. ഈജിപ്റ്റ് മിഡിലെ ഒരിടയ്ക്ക് അവരുടെ മിലിറ്ററിയെ ഡിസ്പ്ലേ ചെയ്തതാ ഇസ്രയേലിൻ്റെ ബോർഡറിലേക്ക്. പക്ഷേ അമേരിക്ക ഇടപെട്ട് അവർ പിൻവലിച്ചത്. 2023 ഹമാസ് കയറി അവരെ ആക്രമിച്ചതിൻ്റെ തുടക്കം ഇവരെല്ലാവരും കൂടെയുള്ള പ്ലാനിങ് ആയിരുന്നു. 83-ാം സങ്കീർത്തനത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇതാ സമുദ്രത്തിൽ നിന്ന് 4 മൃഗങ്ങൾ കയറി വരുന്നു. ഒന്നാമത്തെ സിംഹത്തോട് സാദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ കണക്ക് പറഞ്ഞിരുന്നു. BC 606 to 538 വരെയായിരുന്നു ബാബിലോണിയ സാമ്രാജ്യം വന്നത്. അതാണ് ഈ സിംഹം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ മൃഗത്തിൻ്റെ പേരുകളെ പലയിടത്തും നിങ്ങൾക്ക് ബൈബിളിൽ കാണാം. അതൊക്കെ മർമ്മങ്ങൾ കൊണ്ടും ആഴങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. ഉത്തമഗീതത്തിൽ ശൂലോമിയോട് പറയുന്നുണ്ട്, നീ സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപോരണം ശൂലേമി. ഈ സിംഹങ്ങൾ ആരാ, പുള്ളിപ്പുലികൾ ആരാന്നുള്ളത്, പുള്ളിപ്പുലിയുടെ പർവ്വതം എന്താ, സിംഹത്തിൻ്റെ ഗുഹ എന്താന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ 1-2 എപ്പിസോഡ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ക്ലാസ് ദാനിയേൽ 7:4 ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യരെ പോലെ നിവർത്തി നിർത്തി, അതിനെ മനുഷ്യഹൃദയവും കൊടുത്തു. ഇത് ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ ഞാൻ എടുക്കുന്നതാണ്. തുടക്കത്തിൽ വന്ന നെബുക്കദ്നേസർ രാജാവിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കള്, മകളുടെ മകന്, മരുമോന്, ഇങ്ങനെ പല രാജാക്കന്മാരവിടെ ഭരിച്ചു. അവസാനമാണ് ബെൽഷസർ രാജാവാകുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടു. രാത്രിയിൽ കൊല്ലപ്പെട്ടിട്ടാണ് മേദ്യപർശ സാമ്രാജ്യം ഇവിടെ വരുന്നത്. BC 538 ആ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ മൃഗം പറഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ മൃഗം ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. BC 606 to 538 വരെയായിരുന്നു എൻ്റെ കാലഘട്ടം. രണ്ടാമത്തേത് കരടിയോട് സാദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയല്ല്, ഇതൊക്കെ മർമ്മങ്ങളാണ്, വാരിയല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര യുദ്ധമുണ്ടായി, ബാബിലോണിനെ തകർത്ത് ഒത്തിരി എണ്ണത്തിനെ കൊന്നവർ. പിന്നെ മൂന്നാമത് പുള്ളിപ്പുലിക്ക് സാദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അപ്പം ഈ പുള്ളിപ്പുലി പോലെ വരുന്ന മൃഗത്തിന് 4 തല, ഒരു മെയിൻ തലയുണ്ട്, കൂടാതെ 3 തലകൾ വേറെയുമുണ്ട്. അപ്പോൾ ടോട്ടൽ 4 തലയാണ് അതിനുണ്ടായിരുന്നത്. അതിന് ആധിപത്യം ലഭിച്ചു. ദൈവം പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വരുന്നത്. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമത്തെ ഒരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ 4 മൃഗങ്ങളാണ് വരുന്നത്. ഈ 4 മൃഗങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 17-ാം വാക്യങ്ങൾ. ഈ 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ 4 രാജാക്കന്മാരാൽ തുടക്കമിട്ട 4 സാമ്രാജ്യങ്ങളാണ് ഈ പറയുന്ന 4 മൃഗങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം നിങ്ങൾ ആദ്യം വായിച്ച് മൃഗമൊന്നും അതിൻ്റെ കൊമ്പൊന്നും 10 കൊമ്പൊന്നും ഒക്കെ കാണുമ്പം നിങ്ങളോട് പിശാച് പറയും, ഇതെൻ്റെ തലയിൽ കയറത്തിൽ, ഇതെനിക്ക് പഠിക്കണ്ട, എന്നെ കൊണ്ട് പറ്റത്തില്ല.
പക്ഷെ ഇത് അല്പം ഒന്ന് സഹിഷ്ണുതയോടെ ക്ഷമയോടെ ശ്രദ്ധിച്ച് വായിച്ച് 17-ാം വാക്യത്തിൽ വരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നു ഇത് 4 സാമ്രാജ്യങ്ങളായിരുന്നു. ഭൂമിയിൽ വന്ന 4 സാമ്രാജ്യങ്ങൾ. ഒന്ന് ബാബിലോണിയ സാമ്രാജ്യം BC 606 to 538. രണ്ടാമത്തെ സാമ്രാജ്യം മേദ്യ പാർസി സാമ്രാജ്യം, അത് BC 538 to 330. മൂന്നാമത് വന്നത് ദി ഗ്രേറ്റ് അലക്സാണ്ടർ രാജ്യം, അതായിരുന്നു BC 330 to 323. അതിനുശേഷം അലക്സാണ്ടർ രാജ്യം 4ആയി പിരിഞ്ഞു. കസാഞ്ചർ, ലിസിമാക്കസ്, ടോളമി, അന്തോക്യസ്. അതെന്തിനാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്? എവിടുന്നാണ് ആന്റി ക്രൈസ്റ്റ് വരാൻ സാധ്യത എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി സമയമെടുക്കും, പക്ഷെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം, ഗ്രഹിക്കാൻ ശ്രമിക്കണം. ഈ 4 രാജ്യം 4ആയി പിരിഞ്ഞു. കാരണം മൂന്നാമത്തെ പുള്ളിപ്പുലിക്ക് 4 തലയുണ്ടായിരുന്നു. രാജ്യം 4ആയിട്ട് പിരിഞ്ഞു. അതിനുശേഷം BC 60-ലാണ് റോമൻ രാജ്യം തുടങ്ങുന്നത്. പക്ഷേ ഈ ബൈബിൾ ദാനിയേൽ പ്രവചനത്തിലെ കണക്ക് വെച്ച് BC 30 മുതലാണ് അവർ സാമ്രാജ്യമാകുന്നത്. BC 30 മുതൽ AD 364 വരെയായിരുന്നു റോമ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടം. ആന്റി ക്രൈസ്റ്റിൻ്റെ വരവ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമാണ്, ബാക്കിയാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം ചെയ്യുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥമായി അവൻ സംതൃപ്തനാകും, സാറ്റിസ്ഫൈഡ് ആകും. അതുപോലെ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ മറ്റ് സംഘടനകളും രാജാക്കന്മാരും രാജ്യങ്ങളും അവനോട് കൂടും. ഇസ്രയേൽ പോലും അവനോട് കൂടും. പലരെയും വിശുദ്ധ ജനത്തെയും അവസാനം 3.5 വർഷം കഴിയുമ്പം വിശുദ്ധ ജനം, കാരണം അന്ന് വിശുദ്ധ ജനം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ നിയമസഭയല്ല. സഭ കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെട്ടിട്ടേ ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുകയുള്ളൂ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ പല എപ്പിസോഡിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിക്കും. നയബുദ്ധിയായിരിക്കും. യഹൂദന് പോലും ഇത് മനസ്സിലാകത്തില്ല. 3.5 വർഷം കഴിയുമ്പോഴേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ ഞങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. നിശ്ചിന്തയോടിരിക്കുന്ന, വളരെ തീരുമാനത്തോടെ, വളരെ ചിന്തയോടിരിക്കുന്ന അനേകരെ തെറ്റിക്കും. ഞാൻ ദൈവവചനം പഠിക്കുമ്പോഴേ ദൈവവചനത്തിൽ അനേകം സത്യങ്ങളുണ്ട്. സ്നാനപ്പെടണം, വേർപെടണം, ലോകാഡംബരങ്ങൾ പാടില്ല. ഇതൊക്കെ പറഞ്ഞാണ് ഞാനൊരു സമുദായ സഭയിൽ നിന്നും ഞാൻ ഈ പെന്തക്കോസ്തിലേക്ക് സ്നാനപ്പെട്ട് ഏണ്ടൊരു 1988 സ്നാനപ്പെട്ട് വേർപെടുന്നത്. പക്ഷേ അന്ന് കണ്ട സത്യങ്ങളൊന്നും ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പലയിടത്തും ഇല്ല. അതിന് വിരുദ്ധമായിട്ട് പലതും കാണിക്കുക. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. അല്ലേ പിന്നെ ഞാൻ നിന്ന ഒരു നല്ല സഭയിൽ നിന്ന്, കെട്ടുറപ്പുള്ളൊരു സഭയിൽ ഞാൻ ഇറങ്ങണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെ വരുമെന്ന് നമുക്കറിയായിരുന്നു. കാരണം ബൈബിളിലുണ്ട് വിശ്വാസത്യാഗം സംഭവിക്കുമെന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മളെപ്പോലുള്ളവർ ഇവിടെ നിൽക്കുന്നത് നിശ്ചിന്തയോടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലെ നിൽക്കുന്നവരെക്കുറിച്ച് നാട്ടുകാരും സഭക്കാരും വിശ്വാസികൾ എന്ത് പറയുമെന്നറിയാമോ? അദ്ദേഹം ഒരിടത്ത് നിൽക്കുകയില്ലെന്നേ, ഓടി നടക്കുന്നവനാന്ന് പറയും. പക്ഷെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഉപദേശപ്പെശക് കാണിക്കുന്നിടത്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിശ്ചിന്തയോടെ നിൽക്കുക. അങ്ങനെയുള്ളവരെ പോലും തെറ്റിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റെയിൽവേ മന്ത്രിയുടെ കാര്യം പറഞ്ഞാൽ, യാക്കോബ് എന്ന മറ്റോ അദ്ദേഹത്തിന് പേര്, അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. റെയിൽവേ ഓടിക്കാനും അറ്റകുറ്റപ്പണി നടത്താനും പറ്റുകയില്ലെന്ന് അദ്ദേഹം ഇസ്രായേൽ പാർലമെൻറ്റിൽ പറഞ്ഞു. അവരംഗീകരിച്ചില്ല. അവസാനം അദ്ദേഹം രാജിവെച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡാണ്. കാരണം ശബത്ത് ദിവസത്തെ ശുദ്ധീകരിക്കുക. നിങ്ങൾ അത്യാവശ്യമുള്ള നിങ്ങളുടെ ആടോ പശുവോ ഒന്ന് കണ്ടിപ്പോയാൽ നിങ്ങൾ എടുത്തു. പക്ഷെ അല്ലാത്തതിൻ്റെ പുറകെ നിങ്ങൾ പോകരുതെന്നാണ് യേശുക്രിസ്തു പോലും പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നതിനോട് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നെപ്പോലുള്ളവർക്ക് ഇന്ന് നിൽക്കാൻ പറ്റുമോ ആ ഉപദേശം പറഞ്ഞാൽ? അതാ യാക്കോബ് ഖാനും പറ്റിയത്. യാക്കോബിനും പറ്റിയത്. ആന്റി ക്രൈസ്റ്റിൻ്റെ വരവ് എവിടെ നിന്നായിരിക്കും? അതിനുള്ള തുടക്ക കാര്യങ്ങളാണ് ഞാൻ ഈ എപ്പിസോഡിൽ കൂടെ അവതരിപ്പിച്ചത്. അടുത്ത എപ്പിസോഡിൽ ഈ 4 മൃഗങ്ങൾ ആരൊക്കെയാണെന്ന് വിശദകരമായിട്ട് നമുക്ക് ചിന്തിക്കാം. 4 മൃഗങ്ങളും അതിനുശേഷം അതിൻ്റെ 3-ാമത്തെ മൃഗം 4ആയി പിരിയുന്നതിൻ്റെ 4 തലയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ.